Welcome to GeoIAS Current Affairs Top Line. GeoIAS has launched PCM batch targeting 2027 Civil Service examination only for ₹1,000 per month. 2 years one time payment ചെയ്യുന്നവർക്ക് 5,000 rupees 2 years class and subscription ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rate. Let's start our session for today. സർഫേസി ആക്ട് 2002 എന്താണ് സർഫേസി ആക്ട്? ഇന്ത്യൻ ബാങ്ക്സിന് നോൺ പെർഫോമിംഗ് അസറ്റ്സ് തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു അവകാശം നൽകിക്കൊണ്ടുള്ള ആക്റ്റാണ് സർഫേസി ആക്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് മീൻസ് കിട്ടാക്കടങ്ങൾ. ലോൺ കൊടുത്തു, തിരിച്ച് കിട്ടിയില്ല, അടച്ചില്ല, തിരിച്ച് ഈ ലോൺ വാങ്ങിയ ആൾ തിരിച്ചടച്ചില്ല, അങ്ങനെ ഒത്തിരി തവണയായി ഒരു വർഷത്തിന് മേളിലാവുമ്പോൾ അതെന്താവും? നോൺ പെർഫോമിംഗ് അസറ്റ് ആയിരിക്കും. ബാങ്കിൻ്റെ അസറ്റാണ് ലോൺ. നമ്മളിടുന്ന FD ഒക്കെ ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ ബാങ്കിൻ്റെ അസറ്റ് ഏതൊക്കെയാണ്, ലയബിലിറ്റി ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് തന്നെ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നിന്നും. അപ്പോൾ ഈ ലോൺ റിക്കവറി പ്രൊസീജിയർ എല്ലാം RBIയുടെ ബാക്കിങ്ങോട് കൂടി RBI ഓവർസീ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ലോൺ റിക്കവറി എന്ന് പറയുന്നത്. കീ ആസ്പെക്ട്സ് ഓഫ് സർഫേസി ആക്ട് 2002. ഇത് എന്തിനാണ് ഈ ഒരു സർഫേസി ആക്ട് നിലവിൽ വന്നതെന്ന് പറഞ്ഞാൽ ടു സ്ട്രീം ലൈൻ ലോൺ റിക്കവറി. ബാങ്ക്സിന് കൊടുത്ത ലോൺ റിക്കവറി ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് സുഗമമാക്കാനും മാനേജ് ലിക്വിഡിറ്റി, ബാങ്കിൻ്റെ ക്യാഷാണ്, അപ്പോൾ ബാങ്കിൻ്റെ അസറ്റാണത്, അത് മാനേജ് ചെയ്യാനും ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിനും ആൻഡ് അഡ്രസ് NPS എഫിഷ്യൻ്റ്ലി. കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളാൻ എളുപ്പമാണല്ലേ, പക്ഷേ അത് എഫിഷ്യൻ്റായിട്ട് അതിൻ്റെ ഒരു 50%, 60% അല്ലെങ്കിൽ 80% തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വിജയമാണ്. അപ്പോൾ ആ ഒരു NPS കിട്ടാക്കടങ്ങൾ എഫിഷ്യൻ്റായിട്ട് തിരിച്ച് ബാങ്കിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ടാണ് സർഫേസി ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ കടമെടുത്ത ആൾക്ക് 60 ഡേ നോട്ടീസ് പീരീഡ് ലഭിക്കും. സെക്ഷൻ 13 ക്ലോസ് 2 കീഴിൽ. ആ സമയത്തിനുള്ള അയാൾക്ക് തിരിച്ച് അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ബാങ്ക് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും, അല്ലേ, പൊസസ് ചെയ്യും, പിന്നെ അത് ലേലത്തിന് വയ്ക്കും. ആ പ്രൊസീജിയറൊക്കെ നമുക്കറിയാമല്ലോ. ഈ ഒരു ആക്ടിൻ്റെ എക്സെപ്ഷൻസ് അഗ്രികൾച്ചറൽ ലാൻഡിന് ഇത് ബാധകമല്ല. അൺസെക്യൂർഡ് ലോൺസിന്, അതായത് കൊളാട്രൽ ഇല്ലാത്ത, ഈട് വയ്ക്കാത്ത ലോൺസിന് ബാധകമല്ല. അത് മാത്രമല്ല 80% പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റും അടച്ച് തീർന്നൊരു ലോണിനും ഇത് ബാധകമല്ല. ഇത് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഏതാണ്? ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണലാണ്. അപ്പീൽ പോകാനുള്ള, നമ്മളാണ് ബോറോവറെങ്കിൽ നമുക്ക് അപ്പീൽ പോകാനുള്ള ട്രൈബ്യൂണൽ അതാണ്. നെക്സ്റ്റ് ഈസ് FRBM ആക്ട് 2003. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ്. വെനെവർ യു ഹിയർ ഫിസ്ക്കൽ എന്ന് കേട്ടാൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. മോണിറ്ററി മീൻസ് RBI ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഈ കീ വേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ FRBM ആക്ട് എന്തിനാണ്? എയിംസ് ടു എൻഷുർ എ ബാലൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ് റവന്യൂ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ വരവും ചിലവും തമ്മിൽ ബാലൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കടബാധ്യത വളരെയധികം കൂടും. അപ്പോൾ അത് തടയാനായിട്ടാണ് ഈ ഒരു FRBM ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് റവന്യൂ തികയാതെ വരുമ്പോൾ, എക്സ്പെൻഡിച്ചറിനായിട്ട് റവന്യൂ തികയാതെ വരുമ്പോൾ, വരുമാനം തികയാതെ വരുമ്പോൾ കടമെടുക്കും. അപ്പോൾ ഈ കടമെടുക്കുന്നതിനൊരു സീലിംഗ് ആണ് ഈ ഒരു ആക്ടിൽ വെച്ചിരിക്കുന്നത്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ റവന്യൂ തികയാതെ വരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട്, ആ ഒരു ഡിഫറൻസ് എമൗണ്ടാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. വരവിനേക്കാൾ ചിലവ് കൂടുതലാകുന്ന ബഡ്ജറ്റിനെയാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ധനക്കമ്മി എന്ന് പറയില്ല, ഏതാണ്ട് ആ ഒരു മീനിങ് ആണ് ഡെഫിസിറ്റിന് വരുന്നത്. സോ അണ്ടർ FRBM ആക്ട് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ കടം 3% ഓഫ് GDPയിലേക്ക് ലിമിറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളത് പ്രധാനമാണ്. GDP എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ കൺട്രി. നമ്മുടെ ഈ ഒരു ടെറിട്ടറിക്കകത്തുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ മൊത്തം ടോട്ടലാണ് GDP. ഓക്കെ, ഒരു വീട്ടിലെ മൊത്തം വരുമാനം എടുക്കും പോലെയാണ് GDP എടുക്കുന്നത്. അപ്പോൾ GDPയുടെ 3% കൂടുതൽ നമ്മുടെ കടബാധ്യത വരാൻ പാടില്ല. മാത്രവുമല്ല RBIയിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ് കടമെടുക്കുന്നതും ആക്ട് പ്രകാരം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പഠിക്കുമ്പോൾ വേറൊരു വാക്കും കൂടെ കേൾക്കും, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. അതായത് ബഡ്ജറ്റിൽ കാണിക്കാത്ത കുറച്ച് എമൗണ്ട് വേസ് ആൻഡ് മീൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കടമെടുക്കും, അത് ഈ ബഡ്ജറ്റിൽ കാണിക്കില്ല. അതിനാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. സോ FRBM ആക്ട് റിവ്യൂ കമ്മിറ്റിയാണ് NK സിംഗ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ ടാർഗറ്റ് പ്രകാരം ഡെപ്റ്റ് ടു GDP റേഷ്യോ 60% നിർത്തണം. 40% ലിമിറ്റ് സെൻട്രലിനും 20% ലിമിറ്റ് സ്റ്റേറ്റ്സിനും. റവന്യൂ ഡെഫിസിറ്റ്
0.8% of GDP by March 31st, 2023. റവന്യൂ ഡെഫിസിറ്റിൻ്റെ ടാർഗറ്റ് ഇതാണ്. എന്താണ് റവന്യൂ ഡെഫിസിറ്റ്? റവന്യൂ അക്കൗണ്ടിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും നോക്കുമ്പോൾ ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും. അപ്പോൾ അവിടെ ഒരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് വരും. ആ എമൗണ്ട് നമ്മൾ ബോറോ ചെയ്യേണ്ടി വരും. അതാണ് റവന്യൂ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 2005% ഓഫ് GDP ആണ്. എന്താണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ദ ബജറ്റ് ഡെഫിസിറ്റ് സച്ച് ആസ് ഇഷ്യൂയിങ് ബോൺസ് ഓർ പ്രിൻറ്റിങ് മോർ മണി. അപ്പോൾ ഈ ഒരു ബജറ്റിലുള്ള ഈ തുക കുറവ് എങ്ങനെ കണ്ടെത്താം? ബോൺസ് ഇഷ്യൂ ചെയ്തിട്ടോ മോർ മണി പ്രിൻറ്റ് ചെയ്തിട്ടോ കണ്ടെത്താം. അതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. UPSCയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, RBI ക്യാൻ പ്രിൻറ്റ് മോർ മണി ഓർ മോർ കറൻസി ഫോർ ഡെഫിസിറ്റ് ഫിനാൻസിങ്. അപ്പോൾ 2021 ബഡ്ജറ്റിൽ FRBM വാസ് അമെൻഡഡ് to provide a fiscal deficit target of 4.5% by 25-26 as recommended by the 15th Finance Commission. അപ്പോൾ ഇവരുടെ ഈ ടാർഗറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഓരോ വർഷവും ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനെ ഫിസ്ക്കൽ സ്ലിപ്പേജ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലിപ്പേജ് കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യും? ടാർഗറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ബേസ് ഇയർ, ഇൻഫ്ലേഷൻ്റെ ബേസ് ഇയർ മാറ്റുമ്പോഴത്തേക്കും കുറേയൊക്കെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? ആ ബേസ് ഇയറിൻ്റെ ഷിഫ്റ്റോടുകൂടി കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇതുപോലുള്ള മാനിപ്പുലേഷൻസ് ചെയ്തിട്ടാണ് ഈ ഡെപ്റ്റ് ഇവർ കവറപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്യാഗാണ് ഗവൺമെൻറ് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഗിൻ്റെ റിപ്പോർട്ടിൽ FRBM ആക്റ്റീവായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫിസ്ക്കൽ ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഈ ഇമ്പോർട്ടൻറ്റ് ടേംസ് അറിയണം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നേരത്തെയുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ അക്കൗണ്ടിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് റവന്യൂ ഡെഫിസിറ്റ്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് തന്നെ ഗ്രാൻസ് കൊടുക്കുമല്ലോ, ആ ഗ്രാൻസ് കൊടുക്കുന്നത് ആക്ച്വലി ക്യാപിറ്റൽ അസറ്റുകളാണ്. അപ്പോൾ അത് കടത്തിൽ കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഗ്രാൻസ് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഇത് ഞാൻ ഓൾറെഡി സെഷൻസിൽ എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചർ ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. GST ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് പഠിപ്പിച്ചു. ഇൻഡയറക്റ്റ് ടാക്സിലാണ് GST വരുന്നത്. അപ്പോൾ ടാക്സ് സ്ട്രക്ചർ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റിവിഷനായിട്ട് കാണുക. കാര്യം ടാക്സ് സ്ട്രക്ചർ കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ ഉണ്ട്, പ്രസിഡൻറ്റിൻ്റെ ഒരു റെഫറൻസ് പ്രകാരം. സോ ഇതും കൂടെ നോക്കി വയ്ക്കാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.